താമര ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന 2 പ്രൊഡക്ട്സ്, ഒന്ന് ബീക്കോയുടെ പുതിയ ബാംബൂ ബേസ്ഡ് റീയൂസബിൾ കിച്ചൺ ടവലും പിന്നൊരു നോൺ വോവൻ റീയൂസബിൾ കിച്ചൺ ടവലുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വില ഗുണനിലവാര വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള അനുഭവം വെച്ച് പറയാം. ബീക്കോയുടെ പുതിയ ടവൽസിനെ പറ്റി കമ്പനി ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് തുടയ്ക്കാം, പിന്നെ അത് കഴുകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കഴുകി യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സാധാരണ കിച്ചൺ നാപ്കിൻ ആകുമ്പോൾ നമുക്കത് യൂസ് ത്രോ ചെയ്യുന്നതാണല്ലോ. അങ്ങനെയല്ലാതെ ഒരുപാട് തവണ 100 വാഷ് വരെ കഴുകാം. പിന്നെയും അതിൻ്റെ അതേ ഗുണത്തോടു കൂടി തന്നെ അത്രയും പ്രാവശ്യം ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വില 249 രൂപയാണ്. ഒരു ബോക്സിൽ 20 ഷീറ്റ്സാണ് ഉണ്ടാവുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ കൈപ്പത്തിയേക്കാൾ കുറച്ചുകൂടി നീളം മാത്രമേ ഈ ടവൽസിനുള്ളൂ. കഴുകിയതിന് ശേഷം അതിൻ്റെ വലിപ്പത്തിന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയതായി കാണുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയത് ബാംബു കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് പറയപ്പെടുന്നത്. കാരണം മുളകൾ പിന്നെയും തിരിച്ച് വളരാൻ വേണ്ടിയിട്ട് 3-4 മാസം മതി എന്നാണ് പറയുന്നത്. അത് എത്ര വെട്ടിയിട്ട് അത് ഉപയോഗിച്ചാലും. അതേസമയം സാധാരണ മരങ്ങളാവുമ്പോൾ 10 തൊട്ട് 30 വർഷം വരെ എടുക്കാം, അത് വീണ്ടും അതിൻ്റേതായ പൂർണ്ണ വളർച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ പേപ്പർ ടവൽസിനേക്കാൾ ഈ ബാംബു ബേസ്ഡ് ടവൽസ് ആണെങ്കിൽ അത് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ആ വെള്ളം വലിച്ചെടുക്കാനുള്ള ആ അബ്സോർപ്ഷൻ പവർ വളരെ ഹൈ ആണ്. നന്നായിട്ട് വൃത്തിയാവും. നമ്മൾ വെള്ളം തുടച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് വൃത്തിയാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു നാപ്കിൻ ഒരു 8-10 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ടുള്ളതാണ്, പലതവണ ഉപയോഗിച്ചിട്ട്. നമ്മളിപ്പോൾ കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നമുക്ക് കഴുകി വയ്ക്കാൻ പറ്റില്ല. നമ്മളത് ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് വയ്ക്കും, പിന്നെ ആക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ ആ കുക്കിംഗ് കഴിയുന്നതോടുകൂടി മാത്രമായിരിക്കും നമ്മൾ കഴുകുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു കാലതാമസം എടുക്കുകയാണെങ്കിൽ, കാലതാമസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1-2 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ കാണിച്ച് നന്നായി കഴുകുന്നതെങ്കിൽ ആ നേരം കൊണ്ട് ചിലപ്പോൾ വല്ല മഞ്ഞൾക്കറിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ മുളക് പൊടിയുടെ ചുവന്ന കളറും പിടിക്കാം. പിന്നെ അതേപോലെ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നമ്മളത് ശരിക്ക് ഉണങ്ങാൻ വേണ്ടി വിരിച്ചിടാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കരിമ്പനടിക്കാന്നോ മറ്റോ പറയുന്ന പോലത്തെ ആ ഒരു കറുത്ത കുത്തുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ പിന്നെ പോയിന്ന് വരില്ല നമ്മൾ എത്ര പ്രാവശ്യം കഴുകിയാലും. പക്ഷേ അതിൻ്റെ ഗുണത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല. അതായത് ഒരു കിച്ചൺ നാപ്കിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് അത് വെള്ളം വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവ് തന്നെയാണ്. പിന്നെ നമുക്ക് വാഷ് ചെയ്താലും പിന്നെ ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമുക്കിങ്ങനെ കാഴ്ചയ്ക്ക് ചെറിയൊരു വൃത്തിക്കുറവ് തോന്നിയേക്കാം, പക്ഷെ നമ്മുടെ കാര്യം നടക്കും. എന്നാലും കുറേ കാലം നമുക്ക് വല്ലാതെ കറകളായി യൂസ് ചെയ്യാൻ തോന്നിയെന്ന് വരില്ല. അപ്പോൾ ഇവർ പറയുന്ന പോലെ 100 പ്രാവശ്യം കഴുകുന്ന വരയ്ക്കൊന്നും നമ്മൾ കാത്തു തിന്നൂന്ന് വരില്ല. അതിന് മുമ്പേ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ സാധനം എടുത്ത് കളഞ്ഞു എന്ന് വരും. അപ്പോൾ 100 തവണ വാഷ് ചെയ്യുന്നവരെ അതിൻ്റെ ഗുണം നിൽക്കില്ല എന്നുള്ളത് അറിയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു ടവൽ എടുത്ത് വെച്ച് നോക്കാം. പിന്നെ ഇവർ പറയുന്നത് ഇത് കയ്യിലും വേണമെങ്കിൽ വാഷ് ചെയ്യാം, അതേപോലെ മെഷീനിലും വാഷ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മൾ കയ്യിൽ വാഷ് ചെയ്യലേ ഉണ്ടാവുള്ളൂ, കാരണം ഇത്രയും ചെറിയൊരു ടവല് നമ്മൾ ഒറ്റയ്ക്ക് മെഷീനിലിടില്ല. അതേപോലെ കിച്ചണിൽ യൂസ് ചെയ്ത് വൃത്തികേടായ ഒരു ടവല് നമ്മൾ മറ്റ് ഉപയോഗിക്കുന്ന തുണികളുടെ ഒപ്പം ഇടില്ല. അപ്പോൾ അതുകൊണ്ട് മെഷീൻ വാഷൊന്നും നമ്മളതങ്ങനെ നടക്കണ കാര്യമല്ല. അത് കൈ കൊണ്ട് തന്നെയായിരിക്കും വാഷ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ വളരെ സംതൃപ്തിയാണ്. എത്ര കാലം നിൽക്കുന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് തന്നെ കണ്ടറിയണം. അടുത്തത് നോൺ വോവൻ റീയൂസബിൾ കിച്ചൺ ടവൽസാണ്. അതായത് ഇതൊരു സിന്തറ്റിക് പോറസ് ഷീറ്റാണ്. ഇത് കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഓട്ടോകളോട് കൂടിയ ഒരു ഷീറ്റാണത്. ഇത് ഞാൻ ആക്ച്വലി നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 13 കൊല്ലം മുമ്പ് ഡൽഹിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് റോൾസുകളിൽ ബാക്കിയുള്ള ഒരു റോളാണിത്. ഞാൻ പേപ്പർ കൊണ്ടുള്ള കിച്ചൺ നാപ്കിൻസും യൂസ് ചെയ്തിരുന്നു. ഇത് ഇടയ്ക്കൊക്കെ മാത്രമേ യൂസ് ചെയ്തിരുന്നുള്ളൂ, കാരണം ആ സമയത്ത് ഇത് കടകളിൽ ഇത് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഓൺലൈനിലൊക്കെ കുറച്ച് കൊല്ലമായിട്ട് പല കമ്പനിയുടെയും ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇതും ഒറ്റൊരു ഷീറ്റ് പോലെ അങ്ങോട്ട് ഉണ്ട്. അതേസമയം നിങ്ങൾക്ക് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു റോളിൽ
80 ഷീറ്റാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഇപ്പോഴത്തെ വില 220 രൂപയാണ്. ബീക്കോൻ്റെ ബാംബൂ ബേസ്ഡ് ടവൽസിനേക്കാളും വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതുപോലെയുള്ള സിന്തറ്റിക് നോൺ വോവൻ ടവൽസിന് കുറച്ച് കുറവാണ്. എന്നാലും കാര്യം നടക്കും, വൃത്തിയാവും, അതിലൊന്നും ഒരു സംശയവുമില്ല. പിന്നെ കറ പിടിക്കുമെങ്കിലും ബാംബൂ ബേസ്ഡ് ടവൽസാണ് കൂടുതൽ കറ പിടിക്കുക. ഇതിൽ കുറച്ചും കൂടി വേഗം നമ്മൾ കഴുകുകയാണെങ്കിൽ പോകും. പിന്നെ വേറൊരു ഉപയോഗം ഈ ടവൽസിൻ്റെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ അത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളത് വെള്ളം നനച്ച് വീണ്ടും കുതിർത്തി വിരലുകൾ കൊണ്ട് തന്നെ ഉരച്ചിട്ട് അത് മാറ്റിക്കളയണം. അത് ടൈം എടുക്കുന്നത് മാത്രമല്ല, കംപ്ലീറ്റ് വൃത്തിയാവില്ല. അതേ സമയത്ത് നമ്മുടെ മുഖം തുടച്ച് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം കഴുകേണ്ട സമയത്ത് മുഖം ഒന്ന് നനച്ചതിന് ശേഷം ഈ ടവലും ഒന്ന് നനച്ചതിന് ശേഷം ഇതുകൊണ്ട് ഒന്ന് അമർത്തി തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വൃത്തിയാവുകയും ചെയ്യും, കൂടുതൽ വൃത്തിയാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ആ ഒരു യൂസിനും പറ്റിയൊരു സംഗതിയാണ്. പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ ബാംബൂ ബേസ്ഡ് ടവൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20 എണ്ണത്തിന് 249 രൂപ കൊടുക്കണം. 100 വാഷ് വരെ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. ഇതേ നോൺ വോവൻ ടവൽസിൻ്റെ നിർമ്മാതാക്കളും ഇതേ കാര്യം തന്നെയാണ് അവകാശപ്പെടുന്നത്. 100 പ്രാവശ്യം കഴുകാമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് രണ്ടും 100 പ്രാവശ്യം വരെ കഴുകാൻ മാത്രം നിലനിൽക്കുമോ എന്ന് നമ്മൾ ഉപയോഗിച്ച് തന്നെ അറിയണം. പക്ഷേ രണ്ടിനും അബ്സോർപ്ഷൻ പവർ ഉണ്ട്. കൂടുതൽ വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് ബീക്കോനാണ്. പക്ഷേ വില അവിടെ കൂടുതലാണ്. അത് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇനി 249 രൂപയും 220 രൂപയും യഥാക്രമം കൊടുത്ത് വാങ്ങിച്ച ബീക്കോയും നോൺ വോവൻ ടവൽസും എത്ര കാലം ഈടു നിൽക്കുമെന്ന് നമുക്ക് നോക്കാം. ബീക്കോയുടെ 20 ടവൽസ് ഒരു 50 തവണ വാഷ് ചെയ്യുന്നവരെ ഈടു നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് 1000 തവണ നമുക്ക് യൂസ് ചെയ്യാം. വേറസ് നോൺ വോവൻ ടവൽസ് 80 ഷീറ്റ് 50 തവണ വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ 4000 പ്രാവശ്യം യൂസ് ചെയ്യാം. ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഈ രണ്ട് പ്രൊഡക്ട്സിനും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ വില, ക്വാണ്ടിറ്റി, ക്വാളിറ്റി എന്നിവയെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.